Hello students, in the first theorem, after indeterminate explanation of indeterminate forms, we have seen how to find the limit x tends to a plus fx by gx. In the indeterminate situation, 0 by 0 form, we can use f dash a by g dash a when a is the left end point of the closed interval ab with f a g a 0. So we get 0 by 0 situation at limit x tends to a plus and gx not equal to 0 for all points of the corresponding open interval ab if g differentiability and g dash a not equal to 0. This is possible only when it is a left end point of closed interval ab by that theorem. And now we are going to extend the theorem as L hospital rule 1. ഇവിടെ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ എൻ പോയിന്റ് ആയിട്ടുള്ള എയിലെ റൈറ്റ് ലിമിറ്റ് ഇങ്ങനെ എഫ് ഡാഷ് എ ബൈ ജി ഡാഷ് എഫ് എ ബൈ ജി ഉപയോഗിച്ച് പറയാൻ പറ്റുന്നില്ല 0 by 0 സിറ്റുവേഷൻ. എഫ് ഡാഷ് എ ബൈ ജി ഡാഷ് ഉപയോഗിക്കണമെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഇങ്ങനെ കണ്ടീഷൻസ് വേണം എന്നാണ് എഴുതിയിരിക്കുന്നത്. എപ്പോഴും അത്ര ഒരു ക്ലോസ്ഡ് ഇന്റർവലിൽ തന്നെ ആവണമെന്നില്ല സിറ്റുവേഷൻ. റിയൽ ലൈനിൽ ഏതൊരു പോയിന്റ് വേണമെങ്കിലും ആകാം. അതിനു വേണ്ടിയുള്ള മോഡിഫിക്കേഷൻ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എൽ ഹോസ്പിറ്റൽസ് റൂൾ 1. ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് closed interval AB and the left end point, we take A, B are points of real line minus infinity less than or equal to A less than B less than or equal to infinity. അപ്പോൾ എ വേണമെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആകാം, ബി വേണമെങ്കിൽ ഇൻഫിനിറ്റി ആകാം. റിയൽ ലൈനിലെ മുഴുവൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സിറ്റുവേഷനാണ് എൽ ഹോസ്പിറ്റൽസ് റൂളിൽ വന്ന് പഴയ പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഇവിടെയും പറയാൻ പോകുന്നത്. എഫും ജിയും ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി മൈനസ് ഇൻഫിനിറ്റി ഒഴികെ ബാക്കി എല്ലായിടത്തും നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി പറയുകയും ചെയ്യാം. സച്ച് ദാറ്റ് ജി ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവൽ എ ബി. എ വേണമെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആകാം. എയിലെ എ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ എയിലെ ഡിഫറൻഷ്യബിലിറ്റി, ബി ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് അവിടുത്തെ ഡിഫറൻഷ്യബിലിറ്റി. നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്. എ പോസിബിളി മൈനസ് ഇൻഫിനിറ്റി, ബി പോസിബിളി ഇൻഫിനിറ്റി, അതൊക്കെ ആകാം. And j dash x not equal to 0 for all x element of open interval ab. And suppose that limit x tends to a plus f of x equal to 0 equal to limit x tends to a plus gx. Limit x tends to a plus fx by gx ആണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എഫ് എക്സിലും ജി എക്സിലും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുമ്പോൾ ഇത് 0 ആണ്. അപ്പോൾ ആ ലിമിറ്റ് പറയാനുള്ള മാർഗമാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. മുമ്പ് ഇതുപോലെ തന്നെയാണ്. ഇതൊരു ഫൈനൈറ്റ് ലിമിറ്റ് അല്ലെന്ന് കിട്ടുവാണെങ്കിൽ അത് തന്നെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സിൻ്റെയും വാല്യൂ. ഇനി ഇൻഫിനിറ്റ് ആകുന്ന പോസിബിലിറ്റിയാണ് രണ്ടാമത്തെ സബ്ഡിവിഷൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഓർ പ്ലസ് ഇൻഫിനിറ്റി ഈക്വൽ ടു എൽ ആൻഡ് എൽ ഈക്വൽ ടു എ മെമ്പർ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഓർ പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ എൽ മൈനസ് ഇൻഫിനിറ്റിയോ പ്ലസ് ഇൻഫിനിറ്റിയോ ആവുകയാണെങ്കിലും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സ് അതേ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി കിട്ടുവാണെങ്കിൽ എഫ് എക്സ് ബൈ ജി എക്സിൻ്റെ റൈറ്റ് ലിമിറ്റും മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി കിട്ടുവാണെങ്കിൽ എഫ് എക്സ് ബൈ ജി എക്സിൻ്റെ റൈറ്റ് ലിമിറ്റും പ്ലസ് എയിലെ റൈറ്റ് ലിമിറ്റും പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും. പഴയ തീരത്തിൽ നിന്നുള്ള വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചോണം. മറ്റേത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള എഫ് ജി വന്നിരിക്കുന്നത്. ഇവിടെ എന്നിട്ട് എയിലെ റൈറ്റ് ലിമിറ്റ് ആവുന്നത്. ഇവിടെ എയിലെ റൈറ്റ് ലിമിറ്റ് എയും ബിയും റിയൽ ലൈനിലെ ഏത് രണ്ട് പോയിന്റും മൈനസ് ഇൻഫിനിറ്റി ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ഏത് രണ്ട് പോയിന്റ്സ് വേണമെങ്കിലും ആകാം. അവിടെ മറ്റിടത്ത് ആ പോസിബിലിറ്റി ഇല്ല. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും മൈനസ് ഇൻഫിനിറ്റി ക്ലോസ്ഡ് ഇന്റർവൽ നമുക്ക് എഴുതാൻ പറ്റില്ല. എയും ബിയും റിയൽ ലൈനിലെ ഏത് രണ്ട് പോയിന്റ് വേണമെങ്കിലും ആകാം എന്നുള്ള പ്രത്യേകതയാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ 1 നമുക്ക് ഉള്ളത്. ഇനി എങ്ങനെയാണ് തിയറം പ്രൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ എക്കും ബിക്കും ഇടയ്ക്കുള്ള രണ്ട് പോയിന്റ്സ് ആൽഫ ബീറ്റ ഞാൻ എടുക്കുകയാണ്. എ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി, ബി ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി ആകാം. അതുകൊണ്ടാണ് അത് ഒഴികെ എടുക്കാൻ പോകുന്നത്. ആൽഫ ബീറ്റ ആർ 2 points alpha less than beta in between A and B. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ എൽ ഹോസ്പിറ്റൽസ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റിൽ ജി ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി. ജി ഡാഷ് എക്സ് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ നോൺ 0 ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോൾസ് തിയറം പറയുന്നത് ജി എയും ജി ബിയും 0 ആകുമ്പോൾ ജി ഡാഷ് സി 0 ആകുന്ന ഒരു പോയിന്റ് എക്കും ബിക്കും ഇടയ്ക്കുണ്ട് എന്നാണ്. ഇപ്പോൾ ഇവിടെ ഒരു ജി ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു 0, ജി ഡാഷ് സി 0 ആകുന്ന പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ജി എയും ജി ബിയും ഈക്വലായി ജി എയും ജി ബിയും 0 ആകുന്ന പോസിബിലിറ്റി. എ ബിക്ക് പകരം നമ്മൾ ആൽഫ ബീറ്റ എടുക്കുന്നത്. അപ്പോൾ ജി ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ജി ആൽഫയും ജി ബീറ്റയും
സീറോ ഒരുമിച്ച് സീറോ ആവുക, ഈക്വൽ ആവുക. ജി ആൽഫയും ജി ബീറ്റയും ഈക്വൽ ആകുന്ന പോസിബിലിറ്റി പോലും ഇല്ല എന്ന് റോൾസ് തിയറത്തിന് തിരിച്ചൊരു ആപ്ലിക്കേഷൻ പറയാം. അതിൻ്റെ പ്രൂഫിനെ പറ്റി നിങ്ങൾ അത്ര ബോധർ ചെയ്യണ്ട. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആൽഫയും ബീറ്റയും എടുക്കുമ്പോൾ ജി ഡാഷ് എക്സ് നോൺ സീറോ എന്ന് തന്നിരിക്കുന്നുണ്ട്. റോൾസ് തിയറത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചാൽ മതി. ജി ആൽഫ നോട്ട് ഈക്വൽ ടു ജി ബീറ്റ. എക്കും ബിക്കും ഇടയ്ക്ക് ജി ഡാഷ് എക്സ് നോൺ സീറോ ആയതുകൊണ്ട് ജി ആൽഫയും ജി ബീറ്റയും നോട്ട് ഈക്വൽ ആയിരിക്കും. അവ ഈക്വൽ ആയാൽ നമുക്ക് അതിനിടയ്ക്ക് ജി ഡാഷ് എക്സ് സീറോ ആകുന്ന ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും റോൾസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ വഴി. അതാണ് കാര്യം. നിങ്ങളിത് അങ്ങ് പഠിച്ചാൽ മതി. ബൈ റോൾസ് തിയറം ജി ആൽഫ നോട്ട് ഈക്വൽ ടു ജി ബീറ്റ ഫോർ സച്ച് പോയിന്റ്സ്. ദെൻ by last theorem, Cauchy mean value theorem for alpha beta, closed interval alpha beta. There exists a point in the open interval. അത് എ ബിയിലാണ് പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ എ ഈക്വൽ ടു ആൽഫ ബി ഈക്വൽ ടു ബീറ്റ എന്ന് ഉപയോഗിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എ ബി ഓപ്പൺ ഇൻ്റർവൽ ഒരു പോയിന്റ് സി ഉണ്ടാകുമെന്ന് അന്നേരം എഴുതി. അപ്പോൾ എല്ലാം മാറുന്നതുകൊണ്ട് എക്ക് പകരം ആൽഫ, ബിക്ക് പകരം ബീറ്റ, സിക്ക് പകരം യു നമ്മൾ എഴുതുക. നമ്മുടെ പഴയ കോഷി മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുക. എഫ് ബീറ്റ മൈനസ് എഫ് ആൽഫ ഡിവൈഡഡ് ബൈ ജി ബീറ്റ മൈനസ് ജി ആൽഫ ഈക്വൽ ടു എഫ് ഡാഷ് സി ബൈ ജി ഡാഷ് സിക്ക് പകരം എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യു. ഈ യു ഓപ്പൺ ഇൻ്റർവൽ ആൽഫ ബീറ്റയിലായിരിക്കും. ആൽഫ ബീറ്റ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലെ ക്രമത്തിലുള്ള 2 പോയിന്റ്സും ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. എല്ലായിടത്തും പറ്റില്ല. എക്കും ബിക്കും ഇടയ്ക്കുള്ള ആൽഫ ചെറുത്, ബീറ്റ അതിനേക്കാളും വലുത്, രണ്ടും എക്കും ബിക്കും ഇടയ്ക്ക് അങ്ങനത്തെ പോയിന്റ്സ് ആണ് ആൽഫയും ബീറ്റയും. ഓപ്പൺ ഇൻ്റർവൽ ആൽഫ ബീറ്റയിലെ പോയിന്റ് ആണ് യു. അങ്ങനെയുള്ളിടത്ത് നമുക്കിത് എഴുതാം. ഇവിടെ കോഷി മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. എഫും ജിയും ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലെ പോയിന്റ്സ് ആണ് ആൽഫയും ബീറ്റയും. അപ്പോൾ എഫും ജിയും ക്ലോസ്ഡ് ഇൻ്റർവൽ ആൽഫ കോഷി മീൻ വാല്യൂ തിയറം ഒരു ക്ലോസ്ഡ് ഇൻ്റർവലാണ് പറഞ്ഞിരിക്കുന്നത്. എയും ബിയും കൊള്ളത്തില്ല. ക്ലോസ്ഡ് ഇൻ്റർവൽ ആൽഫ ബീറ്റയിൽ കോഷി മീൻ വാല്യൂ തിയറത്തിന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. എഫും ജിയും ക്ലോസ്ഡ് ഇൻ്റർവൽ ആൽഫ ബീറ്റയിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആണ്. എഫും ജിയും ഓപ്പൺ ഇൻ്റർവൽ ആൽഫ ബീറ്റയിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ളതും കണ്ടിന്യൂസ് ആണ് എന്നുള്ളതും നമുക്ക് കണ്ടീഷൻസ് കിട്ടുന്നു. ദെൻ ജി ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി നമുക്കുണ്ട്. അതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലെ 2 പോയിന്റ്സ് ആണ് ആൽഫ ബീറ്റ. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ആൽഫ ബീറ്റ ഓൾസോ ജി ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കോഷി മീൻ വാല്യൂ തിയറം ക്ലോസ്ഡ് ഇൻ്റർവൽ ആൽഫ ബീറ്റയിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അതും നമ്മൾ ഉറപ്പിക്കുന്നു. Then given that for subdivision A, limit extends to a plus f dash x by g dash x equal to L എന്ന് നമുക്ക് സബ്ഡിവിഷൻ എയിൽ തന്നിട്ടുണ്ട്. ഇത് ലിമിറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് given epsilon greater than 0, there exists a delta neighborhood of the point A. എക്ക് റൈറ്റിലുള്ളതാണ് എ പ്ലസ് ആകുമ്പോൾ. എങ്ങനെയാ? മോഡുലസ് ഓഫ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് എല്ലാ ലിമിറ്റ് ആകാൻ പോകുന്നത് മൈനസ് എൽ ലെസ് ദാൻ ദാറ്റ് സ്മോൾ ക്വാണ്ടിറ്റി എപ്സിലോൺ. എവിടെ നിന്നാണ് പോയിന്റ് എടുക്കുന്നത്? എയുടെ റൈറ്റ് സൈഡിൽ നിന്ന്. ഇന്ന ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് എ ടുവേഴ്സ് ദ റൈറ്റ് എ പ്ലസ് ആണ് റൈറ്റ് സൈഡ് ഓഫ് എ. അപ്പോൾ റൈറ്റ് സൈഡ് ഓഫ് എ ആണ്. എ കഴിഞ്ഞിട്ടുള്ള പോയിന്റ്സ് മതി. അപ്പോൾ ഡെൽറ്റ നെയ്ബർഹുഡ് ഒരു ഓപ്പൺ ഇൻ്റർവൽ ആയിരിക്കും. എ കഴിഞ്ഞിട്ടുള്ളതാണ്. എ കഴിഞ്ഞിട്ടുള്ളൊരു പോയിന്റ് സി നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എയും ബിയും മൈനസ് ഇൻഫിനിറ്റി വരെ ഇൻക്ലൂഡ് ആകുന്ന ഇൻ്റർവലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എ കഴിഞ്ഞിട്ട് ബിയുടെ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലെ ഒരു പോയിന്റ് ആയിട്ട് സി എ പറയാൻ സാധിക്കും. ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് എക്ക് റൈറ്റ് സൈഡിലുള്ള പോയിന്റ് അത് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലെ പോയിന്റ് ആണ്. ദ സെയിം കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് സി എലമെന്റ് ഓഫ് എക്ക് റൈറ്റ് സൈഡിലെ പോയിന്റ് എന്ന് ഉറപ്പാക്കാൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് എ ബി വരെ ഒന്നും പോകാനില്ല കേട്ടോ. ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് എക്ക് റൈറ്റ് സൈഡിലാണെന്ന് ഉറപ്പിക്കാനാണ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലാണ് സി എന്ന് പറഞ്ഞിരിക്കുന്നത്. പോയിന്റ് സി എലമെന്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് എ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഡാഷ് യു ഡിവൈഡഡ് ബൈ ജി ഡാഷ് യു മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ഇൻ എക്സിന് പകരം യു എഴുതിയെന്നേ ഉള്ളൂ ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ സി. ദാറ്റ് ഈസ് ഇഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് സി എലമെന്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ്. ഈ കണ്ടീഷനെ നമുക്ക് പലതരത്തിൽ എഴുതാമെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിപ്പോൾ എൽ മൈനസ് എപ്സിലോണും എൽ പ്ലസ് എപ്സിലോണിനും ഇടയ്ക്ക് എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യുവിൻ്റെ വാല്യൂ കിടക്കും എന്ന് പറയാം. ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ സി എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യു ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ എന്ന് വേണമെങ്കിലും ഇതിന് എഴുതാം. അല്ലെങ്കിൽ എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോണിനിടയ്ക്ക് എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യു നമ്മളിപ്പോൾ എഴുതിയ മെയിൻ വാല്യൂ തിയറം അനുസരിച്ച് എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യു എഫ് ബീറ്റ മൈനസ് എഫ് ആൽഫ ബൈ ജി ബീറ്റ മൈനസ് ജി ആൽഫ എന്ന് എഴുതാവുന്നതേ ഉള്ളൂ ആൽഫ ബീറ്റയിൽ. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാം.
L minus epsilon less than f dash u by g dash u ന് പകരം f beta minus f alpha divided by g beta minus g alpha less than L plus epsilon for എല്ലാത്തിനും എഴുതത്തില്ല, ആൽഫ ബീറ്റയ്ക്ക് ഇടയ്ക്കാണ് നമുക്ക് പറ്റുന്നത്. ഫോർ എ ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, അങ്ങനെയുള്ള ആൽഫ ബീറ്റ ഉപയോഗിച്ച് എഴുതാം. ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ പോയിന്റ്സ് ആണ് ആൽഫയും ബീറ്റയും എന്നാണ് നമ്മൾ കോഷി മീൻ വാല്യൂ തിയറത്തിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എ സി ആണ്, ഓപ്പൺ ഇന്റർവൽ എ സി ആണ് നമ്മൾ മുമ്പ് എഴുതിയിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ എ സിയിലെ സി എന്ന് പറഞ്ഞാൽ ബിക്ക് പുറകിലുള്ള പോയിന്റ്, എ സിക്ക് ഇടയ്ക്കുള്ള പോയിന്റ്സ് ആണ് ആൽഫയും ബീറ്റയും എങ്കിൽ കോഷി മീൻ വാല്യൂ തിയറത്തിന് പറഞ്ഞ ആൽഫയും ബീറ്റയും പോലെയാണ്. അപ്പോൾ എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യുവിനെ കോഷി മീൻ വാല്യൂ തിയറത്തിലെ എഫ് ബീറ്റ മൈനസ് എഫ് ആൽഫ ഡിവൈഡ് ബൈ ജി ബീറ്റ മൈനസ് ജി ആൽഫ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ആൽഫയും ബീറ്റയും എക്കും ബിക്കും ഇടയ്ക്കുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ എക്കും സിക്കും ഇടയ്ക്കുള്ള പോയിന്റ്. ഇപ്പം അങ്ങനെയാണ്, ഇത് എ സിയിലാണ് ശരിയാകുന്നത്. എ ബിയിലാണെങ്കിൽ എക്കും സിക്കും ഇടയിലാണെങ്കിൽ എ ബിക്ക് ഇടയ്ക്കാവും. അതുകൊണ്ട് നമുക്ക് ആൽഫയും ബീറ്റയും എക്കും സിക്കും ഇടയ്ക്കുള്ള പോയിന്റ് എന്നുള്ള അസംഷനിൽ എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യുവിനെ കോഷി മീൻ വാല്യൂ തിയറത്തിന്റെ എക്സ്പ്രഷൻ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. സോ വെൻ വി ടേക്ക് ദ ലിമിറ്റ് അറ്റ് ആൽഫ ടെൻസ് ടു എ പ്ലസ്, ഇവിടെ ആൽഫ എ പ്ലസിലേക്ക് പോകുമ്പോൾ ലിമിറ്റ് ആൽഫ ടെൻസ് ടു എ പ്ലസ് എഫ് ആൽഫ എന്ന് എഴുതാം, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അത് തിയറത്തിൽ നേരത്തെ തന്നിട്ടുണ്ട്, 0 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സും 0 ആണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ജി എക്സും 0 ആണ്. സോ വെൻ ആൽഫ ടെൻസ് ടു എ പ്ലസ് ഇത് രണ്ടും 0 ആവും. എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ബീറ്റ ബൈ ജി ബീറ്റ ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ എന്ന് നമുക്ക് ആൽഫ ടെൻസ് ടു എ പ്ലസിൽ കണ്ടീഷൻ എഴുതാം. ആൽഫ ടെൻസ് ടു എ പ്ലസ് എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ ആൽഫ ടെൻസ് ടു എ പ്ലസ് ഇവിടെ കാണിച്ചിരിക്കുന്നു, കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. എഫ് ബീറ്റ ഇത് രണ്ട് 0 ആയി. എഫ് ബീറ്റ ബൈ ജി ബീറ്റ ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ. അപ്പോൾ എഫ് ബീറ്റ ബൈ ജി ബീറ്റയുടെ വാല്യൂ എൽ മൈനസ് എപ്സിലോണും എൽ പ്ലസ് എപ്സിലോണും ഇടയ്ക്കാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ബൈ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ്സ് ഈ ക്വാണ്ടിറ്റി എൽ മൈനസ് എപ്സിലോണും എൽ പ്ലസ് എപ്സിലോണും അല്ലെ എല്ലുമായിട്ട് ഇതിന് ചെറിയ ഡിഫറൻസേ ഉള്ളൂ ഈ ക്വാണ്ടിറ്റിക്ക്. അപ്പോൾ ഇപ്പോൾ എഴുതിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എ സിയിലെ പോയിന്റ്സ് എടുത്തേക്കുന്നത്, എക്ക് റൈറ്റ് സൈഡിലെ പോയിന്റ്സ്, എക്ക് പുറകുന്ന പോയിന്റ്സ് എടുത്തിട്ടില്ല. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ബീറ്റ ബൈ ജി ബീറ്റ ഈക്വൽ ടു എൽ. എപ്സിലോൺ ഡിഫറൻസിൽ എല്ലിനടുത്താണ് ഈ എക്സ്പ്രഷൻ എഫ് ബീറ്റ ബൈ ജി ബീറ്റയുടെ വാല്യൂ എടുക്കുക. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ബീറ്റ ബൈ ജി ബീറ്റ ഈക്വൽ ടു എൽ എന്ന് എഴുതാം. അത് എഫ് എക്സ് ബൈ ജി എക്സ് എന്നോ എഫ് ഇസഡ് ബൈ ജി ഇസഡ് എന്നോ എഫ് ടി ബൈ ജി ടി എന്നോ ഒക്കെ എഴുതുന്നത് പോലെ ഉള്ളൂ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സ്, എഫ് എക്സ് ബൈ ജി എക്സിന്റെ എഫ് ബീറ്റ ബൈ ജി ബീറ്റയുടെ അല്ലെ എഫ് എക്സ് ബൈ ജി എക്സിന്റെ വാല്യൂ എൽ മൈനസ് എപ്സിലോണിനും എൽ പ്ലസ് എപ്സിലോണിനും ഇടയ്ക്കാണ് എന്ന് പറയുന്ന ഇനിക്വാളിറ്റിയാണ് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സ് ഈക്വൽ ടു എൽ എന്നതുകൊണ്ട് തന്നെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലിമിറ്റിനെ ഇങ്ങനെയാണ് നമ്മൾ ഇനിക്വാളിറ്റി ഫോമിൽ എഴുതാം. അപ്പോൾ ഈ ഇനിക്വാളിറ്റി ഇങ്ങനെ നമുക്ക് ലിമിറ്റ് ഫോമിൽ എഴുതാം. എൽ മൈനസ് എപ്സിലോണിനും എൽ പ്ലസ് എപ്സിലോണിനും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ എല്ലുമായിട്ട് ഈ ക്വാണ്ടിറ്റിക്ക് വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആസ് വി ടേക്ക് ലിമിറ്റ് ഇറ്റ് വിൽ ടെൻഡ് ടു എൽ എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ബൈ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ബീറ്റ ബൈ ജി ബീറ്റ എന്ന് എഴുതാം, എഫ് എക്സ് ബൈ ജി എക്സ് എന്ന് എഴുതാം, എഫ് വൈ ബൈ ജി വൈ എന്ന് എഴുതാം. ഇതിനെല്ലാം പകരം വേരിയബിൾ ബീറ്റയെ മാറ്റി നമ്മളിപ്പോൾ എക്സ് എന്ന് എഴുതുന്നു. ഏത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സ് ഈക്വൽ ടു എൽ എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് എ ഫസ്റ്റ് പാർട്ട് ഓഫ് എൽ ഹോസ്പിറ്റൽസ് റൂൾ 1. സെക്കൻഡ് പാർട്ടിൽ ഇൻഫിനിറ്റ് ലിമിറ്റിന്റെ ഡെഫിനിഷനാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളൂ. ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് എല്ലാവും എന്ന് പറയുന്ന ആ എല്ല് ഒന്നുകിൽ മൈനസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് എഴുതാനുള്ളത്. എൽ ഇൻഫിനിറ്റി ആണെങ്കിൽ ഏതൊരു ക്വാണ്ടിറ്റി എം തന്നാലും അതിനേക്കാൾ വലുതായിരിക്കും എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സിന്റെ വാല്യൂ. ഇതിന്റെ വാല്യൂ എൽ ഇൻഫിനിറ്റി ആണ്. എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സിന് പകരം നമ്മൾ മുമ്പ് എഴുതിയ എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യു ഗ്രേറ്റർ ദാൻ എം ഫോർ യു കഴിഞ്ഞ പാർട്ടിൽ ഡിറൈവ് ചെയ്ത പോലെ തന്നെ ഫോർ യു എലമെന്റ് ഓഫ് എ സി എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യു ഗ്രേറ്റർ ദാൻ എം. എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യുവിന് പകരം ഇവിടെ കോഷി മീൻ വാല്യൂ തിയർ അപ്ലൈ ചെയ്താൽ എഫ് ബീറ്റ മൈനസ് എഫ് ആൽഫ ഡിവൈഡ് ബൈ ജി ബീറ്റ മൈനസ് ജി ആൽഫ ഗ്രേറ്റർ ദാൻ എം ഇൻ എ സി. എ സിയിലെ ആൽഫയും ബീറ്റയും എടുത്ത് ഇങ്ങനെ എഴുതാം. When alpha tends to a plus, as earlier we have f beta by g beta greater than m for beta element of AC. ആൽഫയുടെ റോൾ y. അപ്പോൾ എത്ര വലിയ പോസിറ്റീവ് എം എടുത്താലും എഫ് ബീറ്റ ബൈ ജി ബീറ്റ ഗ്രേറ്റർ ദാൻ എം എന്ന് എഴുതാൻ പറ്റും. സോ ലിമിറ്റ് ഓഫ് എഫ് ബീറ്റ ബൈ ജി ബീറ്റ പറയുന്ന പോലെ എഫ് എക്സ് ബൈ ജി എക്സ് എക്സ് ടെൻസ് ടു എ പ്ലസ് ഐക്ക് റൈറ്റിലാണ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എത്ര വലിയ എം എടുത്താലും അതിനേക്കാളും വലുതായിട്ട്
എഫ് എക്സ് ബൈ ജി എക്സ്, എഫ് ബീറ്റ ബൈ ജി ബീറ്റ, പേരിൽ അർത്ഥമൊന്നുമില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതാണ് എല്ലിൻ്റെ അപ്പോഴത്തെ വാല്യൂ.